ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ള വളരെ ഉന്നതമായ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാണ് 91 സങ്കീർത്തനത്തിലെ 1, 2 തിരുലിഖിതങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ അപ്പോൾ ഭൂമിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എങ്ങനത്തെ അവസ്ഥയാണത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുക, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുക, സർവശക്തൻ്റെ തണലിൽ കഴിയുക. നമുക്ക് എന്ത് വന്നാലും അത്യുന്നതൻ നോക്കും. എന്താ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച കിട്ടിയ ഒരു സംഭവം, സെഗിയോൻ ധ്യാനകേന്ദ്രം തുടങ്ങുന്ന കാലം. സെഗിയോൻ ധ്യാനകേന്ദ്രം തുടങ്ങുന്ന കാലത്ത് എന്നും പ്രശ്നമാണ്, ഇന്നും പ്രശ്നമുണ്ട്, എന്നും പ്രശ്നമാണ്. പലർക്കും പിടിക്കുന്നില്ല. അങ്ങനെ പിടിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളിത് നിർത്താൻ പോവുകയാണ്, കാരണം ഇടം വലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് പറഞ്ഞു, ബുദ്ധിമുട്ട് മാറ്റി തന്നാൽ പോരെയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അത് എനിക്ക് ധാരാളം മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ടീം പ്രാർത്ഥിച്ചു, കർത്താവ് എങ്ങനെയാണ് ബുദ്ധിമുട്ട് മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടും ടീം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം നൽകി. ആ ദർശനം എങ്ങനെയാണ്? വലിയ ഒരു സിംഹി കടക്കുകയാണ്. ആ സിംഹി അങ്ങനെ കടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചെറിയ കുഞ്ഞുങ്ങൾ, സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ 2-3 ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. ഈ കുട്ടി ഇങ്ങോട്ട് ചാടിയാൽ സിംഹിയുടെ കണ്ണ് മാത്രം ഇങ്ങനെ, സിംഹി അവിടെ കിടക്കുകയാണ്, സിംഹിയുടെ തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് ചാടും, ഉടനെ സിംഹിയുടെ തല ഇങ്ങോട്ട് തിരിയും. ഈ കുട്ടി മൂവ് ചെയ്യുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിൻ്റെ കണ്ണും അതിൻ്റെ മുഖവും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ആ സിംഹിയുടെ തണലിൽ കഴിയുന്ന കുഞ്ഞുങ്ങളാണ്, ആ സിംഹിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളാണത്. ശരിയല്ലേ? ഇതേ മാതിരിയാണ് ദൈവത്തോട് നല്ല ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ വന്നാൽ, ഒരു ദൈവ പൈതലിനെ ദൈവം ഇതേ മാതിരി നോക്കണുണ്ട് എന്നാണ് ദൈവം അന്ന് വെളിപ്പെടുത്തിയത്. അതിനുശേഷം 139 സങ്കീർത്തനത്തിലെ 5 തിരുലിഖിതം, എൻ്റെ മുമ്പിലും എൻ്റെ പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനിപ്പോൾ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷത്തോടെ അടുത്തേക്ക് എത്താൻ പോവാണ്. വയസ്സ് 45. ബഹുമാനം ഇല്ലാത്തവർക്ക് ബഹുമാനം ഉണ്ടാകാൻ വേണ്ടി പറയണതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 20 വർഷക്കാലം അച്ഛൻ ശുശ്രൂഷ ചെയ്തപ്പോൾ അച്ഛൻ കണ്ടൊരു കാര്യം, ഇതൊന്നും പലരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ല, നടക്കണില്ല. സർവശക്തൻ്റെ തണലിൽ കഴിയുക എന്ന് പറഞ്ഞാൽ പലരുടെ ജീവിതത്തിൽ ആ തണൽ അങ്ങോട്ട് കിട്ടണില്ല, ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. ഇത് നിരവധി വ്യക്തികളുടെ ഒരു സങ്കടമാണ്. ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വാത്സല്യവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നന്മയും ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ ചില കാര്യങ്ങൾക്ക് കഴിയും. നമ്മുടെ ചില സ്വഭാവത്തിന് നമ്മുടെ ജീവിതത്തെ അതുപോലെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. അതാണ് സുഭാഷിതങ്ങൾ 19 അധ്യായത്തിലെ 3 തിരുലിഖിതം. സ്വന്തം ഭോഷത്വമാണ് ഒരുവന്റെ വഴി നാശത്തിലെത്തിക്കുന്നത്, എന്നിട്ടും അവൻ്റെ ഹൃദയം ദൈവത്തോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ നന്മയെ ആസ്വദിച്ച് ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞ് അങ്ങനെ ആഹ്ലാദിച്ച് ജീവിക്കാൻ വേണ്ടി സർവശക്തൻ്റെ തണലിൽ താമസിച്ച് സർവശക്തൻ്റെ സംരക്ഷണത്തിൽ വസിച്ച് സിംഹിയുടെ കൂടെ നടക്കുന്ന സിംഹ കുഞ്ഞുങ്ങളെ പാതിരി ഒന്നിനും അല്ലലും അലട്ടലും ഇതാതെ സുഖമായിട്ട് തുള്ളിച്ചാടി നടക്കാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സിംഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപ്പൻ്റെ കൂടെ നടക്കുന്ന മക്കളെ പോലെ തുള്ളിച്ചാടി ജീവിതത്തിൽ അങ്ങനെ നല്ല സന്തോഷമായിട്ട് നടക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. ഹഗ്ഗായി പ്രവാചകൻ ഗ്രന്ഥം 1 അധ്യായത്തിൽ അവിടെ
9-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഒരുപാട് നിങ്ങൾ തേടി ലഭിച്ചതോ അല്പം മാത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൾഫിൽ പോയാൽ 30,000 രൂപ കിട്ടുമെന്ന് അറിഞ്ഞു. ഉടനെ ഗൾഫിലേക്ക് ഓടി. അങ്ങനെ ഗൾഫിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ യൂറോപ്പിൽ പോയാൽ 80,000 രൂപയായി മാറുമെന്ന് അറിഞ്ഞു. ഉടനെ യൂറോപ്പിലേക്ക് പോയി. അവിടെ യൂറോപ്പിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അയ്യോ അമേരിക്കയിലേക്ക് പോയാൽ അത് 1.5 ലക്ഷം ആകുമെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അമേരിക്കയിലേക്ക് ഓടി. അങ്ങനെ പരക്കം പാഞ്ഞ് അവസാനമാണ് അറിയണത് കാറ്റിനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന ആ ജീവിതമായിരുന്നു എൻ്റെ ജീവിതമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും നമുക്ക് അനുഭവവേദ്യം ആവില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എവിടെ കാലുറയ്ക്കാത്ത ഒരു പ്രത്യേക ദുർപീഡ നമ്മളെ അലട്ടാൻ തുടങ്ങി. എന്ത് കിട്ടിയാലും 5 പൈസയുടെ ഗുണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഇല്ലാത്ത വിധം നാം നമ്മുടെ ജീവിതത്തിൽ ഗതി കിട്ടാത്ത ആളുകളായി നമ്മൾ മാറും. അങ്ങനത്തെ ചില പ്രവൃത്തികൾ മനുഷ്യന് ചെയ്യാൻ കഴിയും. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും ഒരുപോലെ അല്ല സഹോദരങ്ങളെ. മനുഷ്യന്റെ ചില പ്രവൃത്തികൾ ദൈവത്തെ നമ്മുടെ എതിരാക്കി മാറ്റും. ദൈവത്തിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധം ദൈവത്തെ നമ്മൾ എതിരാക്കി മാറ്റുന്ന ചില പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികളെ കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞാൻ പിന്നീട് അന്വേഷിച്ചു. ദൈവമേ, സഭ ഇതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് 1867 ഖണ്ഡിക. 1867 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങൾ ഉണ്ടെന്ന് മതബോധന പാരമ്പര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചില പാപങ്ങളുടെ പ്രത്യേകത, ആ പാപങ്ങൾ നമ്മുടെ കാര്യം പറഞ്ഞ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കെതിരെ നിലവിളിക്കുന്ന പാപങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാപങ്ങളും നിലവിളിക്കുമായിരിക്കും. പക്ഷേ ചില പാപങ്ങളെ തിരുസഭയും ദൈവവചനവും ദൈവമക്കൾക്ക് അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ പാപങ്ങൾ ചെയ്താൽ ഈ പാപങ്ങൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കും എന്ന് തന്നെ തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര നേരത്തെ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ മാർഗത്തെ നമ്മൾ വിശുദ്ധീകരിക്കുന്നുവോ അത്രയും നമ്മുടെ കുടുംബത്തിൽ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാവും, കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ദൈവവചനപ്രകാരം പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആബേലിൻ്റെ രക്തം. ദൈവസന്നിധിയിൽ നമുക്കെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളിൽ ഒന്നാമതായി ദൈവവചനം പരിചയപ്പെടുത്തുന്നത് ആബേലിൻ്റെ രക്തമാണ്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ തിരുലിഖിതം. നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു എന്ന് പറഞ്ഞാൽ, നിരപരാധികളുടെ രക്തം ചിന്തിയ കുടുംബമാണോ നിങ്ങളുടെ കുടുംബം? നിഷ്കളങ്ക രക്തം നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളോ മാതാപിതാക്കളോ നിഷ്കളങ്ക രക്തം ചിന്തിയ ഒരു പാപത്തിൻ്റെ ഉടമയായി ഇരുന്നിരുന്നോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില പ്രത്യേക സാഹചര്യം ആയിരിക്കാം, ചില വഴക്ക് കൂടി, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യം ഉണ്ടായി, ചിലരെ കൊല ചെയ്യാൻ ഇടവന്നു എങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പൊട്ടിക്കരഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കണം. മനഃപൂർവ്വമല്ലാത്ത കൊലപാതകവും മനഃപൂർവ്വം ചെയ്ത കൊലപാതകവും ഉണ്ടായിരിക്കാം. എന്തു തന്നെയാകട്ടെ, നിഷ്കളങ്ക രക്തം നിങ്ങൾ വഴി ഭൂമിയിൽ ചിന്താൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കണം. ആ മേഖലയിൽ നിങ്ങൾ അനുരഞ്ജനപ്പെടണം. അത് ചെയ്യേണ്ട എന്താ വെച്ചാൽ അതെല്ലാം ചെയ്ത് ആ കാര്യത്തിൽ ഒരു വലിയ നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നിർബന്ധിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ഗർഭസ്ഥ അവസ്ഥയിൽ കിടക്കുന്ന ആ ശിശുക്കളെ കൊല ചെയ്തതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു എങ്ങനെയാണ്, അച്ഛാ, കൊല ചെയ്യാൻ കാരണമുണ്ട്. കാരണം കുട്ടിക്ക് കണ്ണില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ കുട്ടിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് അതിനെ കൊല ചെയ്ത് കളഞ്ഞു. വേറെ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, മന്ദബുദ്ധിയാ, ഇത് ജനിച്ചാൽ പ്രാരാബ്ധമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തു പോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സമ്മാനമായി തന്ന ജീവിതങ്ങൾ, ഏത് അവസ്ഥയുള്ള ജീവിതങ്ങളാണെങ്കിലും ശരി, അതിനെ കൊല ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല. ഡോക്ടർമാർ ഒരുപക്ഷെ പറയുമായിരിക്കും, അല്ലെങ്കിൽ വേറെ പലരും നിങ്ങളോട് ഉപദേശിക്കുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അംഗവൈകല്യം ഗർഭസ്ഥ ശിശുക്കളെ കൊല ചെയ്യാനുള്ള ഒരു കാരണമല്ല. ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി യുവജന മതബോധന ഗ്രന്ഥത്തിൽ 384 ഖണ്ഡികയിൽ സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ ഗർഭഛിദ്രം ചെയ്ത് കളയാൻ നമുക്ക് അനുവാദമുണ്ടോ? അംഗവൈകല്യമുള്ള ശിശുവിനെ അലസിപ്പിച്ച് കളയുന്നത് ഗൗരവമായ കുറ്റകൃത്യം തന്നെ. പിന്നീടുണ്ടാകാവുന്ന സഹനത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അത് പാപമാണ്. ഗർഭസ്ഥ ശിശുവിൽ കണ്ടെത്തുന്ന അംഗവൈകല്യം ഗർഭഛിദ്രത്തിനുള്ള കാരണമായിരിക്കാനാവുകയില്ല. എന്തെന്നാൽ അത്തരം ഒരു വൈകല്യത്തോടെയുള്ള ജീവനും ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിച്ചതും വിലമതിക്കുന്നതുമാണെന്ന് നാം മനസ്സിലാക്കണം. ലോകത്തിൽ ശാരീരികമോ ആത്മീകമായ പരിമിതികൾ കൂടാതെ ജീവിക്കാമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആത്മീകമോ ശാരീരികമോ ആയ പരിമിതികൾ ഇല്ലാതെ അങ്ങനത്തെ ഒരു സമ്പൂർണ്ണ ഒരു പെർഫെക്റ്റ് ലോകമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര പേര് കണ്ണാടി വെച്ച് ഇതിനെ നടക്കുന്നു? ചെവിക്ക് കേൾവില്ലാത്ത എത്ര പേര് ചെവിയിൽ ഓരോ സാധനങ്ങൾ വെച്ച് നടക്കണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കി ഇവിടെ ആരാ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ഒന്നുകിൽ മാനസികമായ തകരാറ്, അല്ലെങ്കിൽ ആത്മീയമായ തകരാറ്, അതല്ലെങ്കിൽ ശാരീരികമായ ചില കേടുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ലോകം പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോകം അല്ലെന്നാണ് ദൈവം പറയണത്. ദൈവത്തിന് അനന്തജ്ഞാനത്തിൽ ഈ ലോകം നിലനിർത്താൻ കുറച്ച് മരങ്ങളും കുറച്ച് പുഴകളും മാത്രം മതി എന്നല്ല ദൈവം വിചാരിക്കുന്നത്. ഈ ലോകം ഈ അകൃത്യഭാരം കൊണ്ട് വളരെ അതിന്റെ അടിസ്ഥാനങ്ങൾ പോലെ ഇളകിയാടുന്ന കുടില് പോലെ ആയി മാറിയിരിക്കുന്ന ഈ ലോകം നിലനിൽക്കുന്നത് നിഷ്കളങ്കരുടെ ജീവിതം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് നിഷ്കളങ്കരായ മക്കളെ നമുക്ക് വേണ്ടി അവശേഷിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ആയുസ് ഒരു അല്പം കൂടെ നീട്ടിക്കൊടുത്ത് മാക്സിമം ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടി ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിഷ്കളങ്കരെ തന്റെ സഹനത്തോട് ചേർക്കാൻ വിളിക്കുന്നുണ്ട്. 418 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്, ഈ ശിശു എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രോഡക്റ്റ് അല്ല. ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് പോലെ അതിൽ കമ്പനി കേടുവന്നതും അതുപോലെ സ്ക്രാച്ചസ് ഉള്ളതിനൊക്കെ മാറ്റിക്കളഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളതിനെ മാത്രം വിടുന്നത് പോലെ മാതാപിതാക്കളുടെ വെറും പ്രോഡക്റ്റുകളാണ് ഈ സന്തതികളെന്ന് ആരും ധരിച്ചു വശാകരുത്. സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം ആത്മാവുള്ളതും ദൈവത്താൽ നവ്യമായി സൃഷ്ടിക്കപ്പെട്ടതുമായ ഒരു അസ്തിത്വമാണ് ഓരോ ശിശുവും. അതിനെക്കുറിച്ച് 418 ഖണ്ഡികയിലാണ് വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദമ്പതികൾ സ്നേഹത്തിലൂടെ ശിശുവിന് ലോകത്തിലേക്ക് പ്രവേശനം നൽകുന്നു. നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവാണ് ശിശു എന്ന് ആരും ധരിക്കരുത്. അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീനുകളുടെ സമാഹാരവുമല്ല ഒരു ശിശു. ദൈവത്തിൻ്റെ തികച്ചും നവീനവും അനന്യവുമായ ഒരു സൃഷ്ടിയാണ് ശിശു. സ്വന്തം ആത്മാവുള്ള ഒരു സൃഷ്ടി. അതുകൊണ്ട് ശിശു മാതാപിതാക്കളുടെ സ്വന്തമോ മാതാപിതാക്കളുടെ സ്വത്തോ അല്ല. മാതാപിതാക്കളുടെ സ്വത്തോ മാതാപിതാക്കളുടെ അവകാശമോ മാതാപിതാക്കളുടെ വസ്തുവകയോ അല്ല ഒരു ശിശു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടില്ല, പണമില്ല, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കുടുംബത്തിൽ ജീവന് വേണ്ടി വാതിലടയ്ക്കുന്ന രീതി, കുടുംബത്തിൽ കുട്ടികളെ അബോർഷൻ ചെയ്യുന്ന രീതി, കുടുംബത്തിൽ ഗർഭം അലസിപ്പിച്ച് കളയുന്ന രീതി, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപത്തിന്റെ ഉടമസ്ഥന്മാരായി എന്നെയും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകളെയും ഈ ദേശത്തെയും രൂപാന്തരപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ച് വീണ്ടും 419 ഖണ്ഡികയിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അയക്കുന്ന എല്ലാ കുട്ടികളും ഒരു കൃപയും മഹത്തായ ഒരു അനുഗ്രഹവുമാണ്. അത് 5 ദിവസം ജീവിച്ചാലും 50 വർഷം ജീവിച്ചാലും അങ്ങനെ തന്നെയാണ്. അതെല്ലാ അവയവത്തോടുകൂടി ജീവിച്ചാലും അവയവങ്ങളൊന്നുമില്ലാതെ ഒരു മാംസപിണ്ഡം പോലെ വന്നാലും അങ്ങനെ തന്നെയാണത്. ജീവനുണ്ടോ? ദൈവം അയച്ചതാണോ? അത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു ദൈവവചന ബോധ്യം ഓരോ വിശ്വാസിയും, ഓരോ യുവാവും, ഓരോ യുവതിയും, ഓരോ കുടുംബനാഥനും, ഓരോ കുടുംബനാഥയും ഹൃദയത്തിൽ പേരണമെന്ന് അമ്മയായ സഭ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് നിഷ്കളങ്കരുടെ രക്തം, നിരപരാധികളുടെ രക്തം ചിന്തിയ ഒരവസ്ഥ. ഇനി അടുത്ത പാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സോദോം ഗൊമോറ നിവാസികളുടെ പാപം. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 18 അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. സോദോമിനും ഗൊമോറായ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ് എന്ന് പറഞ്ഞ് കർത്താവിത ആ ദേശത്തേക്ക് ഇറങ്ങി വരികയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൊദോം ഗൊമോറ ദേശത്ത് ദൈവസന്നിധിയിൽ ആ ദേശത്തിനെതിരെ പാപം നിലവിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്കെതിരെ മാത്രമല്ല ഈ പാപം നിലവിളിക്കുന്നത്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം ഒരു നിക്ഷേപമായി ദൈവസന്നിധിയിൽ ആ പട്ടണത്തിനെതിരെ, ആ ഗ്രാമത്തിനെതിരെ, ആ പ്രദേശത്തിനെതിരെ, ആ ദേശത്തിനെതിരെ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഗതിവിഗതികളെയൊക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും, നമ്മൾ വിചാരിക്കുന്ന വിചാരങ്ങളും, നമ്മൾ നടക്കുന്ന നടപ്പുകളും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ, ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പ്രതിഭാസങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനത്തിൽ സൊദോം ഗൊമോറ നിവാസികളുടെ ഒരു പാപത്തെക്കുറിച്ച് കാണുന്നതാണ്. പല പാപങ്ങളും ഉണ്ടായിരുന്നു, അതിലൊരു പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് സ്വവർഗഭോഗത്തിന്റെ പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദേശത്ത് വളരെ കട്ട പിടിച്ചൊരു പാപമാണ് സ്വവർഗഭോഗത്തിന്റെ പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, ദൈവത്തിന്റെ വചനം പ്രകൃതി വിരുദ്ധമായ, ദൈവവചന വിപരീതമായി നടപടി അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നൊരു പാപമായി തന്നെ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ പാപം ചെയ്യാൻ വേണ്ടി മെനക്കെടരുത്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം, അത് സൈക്കോളജിക്കൽ പ്രോബ്ലം, അല്ലെങ്കിൽ അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, പല ന്യായങ്ങളും നിനക്ക് വേണ്ടി അനുകൂലമായും പ്രതികൂലമായും പറയാൻ ആളുകൾ ഉണ്ടായേക്കാം. പ്രിയ ദൈവവൈതലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്റെ ദൈവം ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു, ആ പാർട്ടിക്കാർ എന്ത് പറഞ്ഞു, ഈ പാർട്ടിക്കാർ എന്ത് പറയുന്നു, ആ നേതാവ് എന്ത് പറഞ്ഞു, ഈ നേതാവ് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന് ആളുണ്ടോ ആളില്ലയോ, ഭൂരിപക്ഷം എവിടെയാ, അതല്ല നോക്കണത്. ഒരു ദൈവ വൈതൽ അടിസ്ഥാനപരമായി നോക്കേണ്ടത് ഇതിനെക്കുറിച്ച് എൻ്റെ ദൈവം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം കർശനമായി നിരോധിച്ചിരിക്കുന്ന പാപമാണ് സ്വവർഗഭോഗം. ഹല്ലേലൂയ, ഉറക്കെ പറയാ ഹല്ലേലൂയ. ഇനി മൂന്നാമത്തത്, ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ദൈവസന്നിധിയിൽ നമുക്കെതിരായി നിലവിളിക്കുന്ന പാപങ്ങളായി അവതരിപ്പിക്കുന്നതിൽ മൂന്നാമത്തെ പാപമാണ് അനാഥരുടെയും വിധവയുടെയും വിലാപം. അനാഥന്റെ വിലാപം, വിധവയുടെ വിലാപം, ഈജിപ്തിൽ ഞെരുക്കപ്പെട്ട ജനതയുടെ വിലാപം, സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ കരച്ചിൽ, വിദേശിയുടെ കരച്ചിൽ. ഇതിനെക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുടെ രോദനം ദൈവം കേൾക്കണുണ്ട്. നമ്മുടെ ഓഫീസിൽ നമ്മുടെ ജൂനിയേഴ്സായി ജോലി ചെയ്യുന്നവരുടെ രോദനങ്ങൾ ദൈവം കേൾക്കുന്നുണ്ട്. നീ ഒരു മേൽ ഓഫീസർ ആയിരിക്കാം, നീ ഒരു കമ്പനിയുടെ ഹെഡ് ആയിരിക്കാം, നീ ഒരു ഇടവകയുടെ അധിപനായിരിക്കാം, നീ ഓരോ കാര്യങ്ങളാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഓരോ സ്ഥാനത്ത് നിയമിച്ചാക്കപ്പെട്ടൊരു വ്യക്തിയാകാം. പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപക്ഷെ കുടുംബത്തിൻ്റെ നാഥനോ കുടുംബനാഥയോ ഒക്കെ ആയിരിക്കാം. നിന്റെ കീഴിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവരുടെ നിലവിളി, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദന ദൈവസന്നിധിയിൽ ദൈവം ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അത് നോട്ട് ചെയ്ത് വെക്കും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അതുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. ഇപ്പൊ ആരുടെ കൂടെ ദൈവം? മേൽനോട്ടക്കാരുടെ കൂടെ അല്ല. ദൈവം ഇപ്പം നിൽക്കുന്നത് വേദനിക്കുന്നവരുടെ, ആ ഞെരുങ്ങുന്നവരുടെ കൂടെയാണ് ദൈവം. അവർ പാപം ചെയ്തോ പുണ്യം ചെയ്തോ അവരുടെ ബാക്ക് ഹിസ്റ്ററിയോ ഇതൊന്നും നോക്കണില്ല. ഇപ്പൊ ഒറ്റ കാര്യമുള്ളൂ, അവർ കരയുന്നു, അവർ നിലവിളിക്കുന്നു, അവർ വേദനിക്കുന്നു. ഇത് മാത്രമേ ദൈവം പരിഗണിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പുറപ്പാട് 3-ാമത്തെ അധ്യായം അതിൽ 9-ാമത്തെ തിരുലിഖിതം വചനം വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും ശരി, നമ്മുടെ കടുംപിടുത്ത നിമിത്തം അവർ അവിടെ കടന്ന് വേദനിക്കുമ്പോൾ ദൈവം പറയാണ്, ആ നിലവിളി ദൈവത്തിൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുകയാണ്.
ദൈവം അവിടെ നിന്ന് ഇറങ്ങി അവിടെ വന്ന് അവിടെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തക്കവിധം ദൈവത്തെ വിളിച്ചു കൊണ്ടുവരുന്ന കരച്ചിലാണ് ആ കരച്ചിൽ. നമ്മൾ അവിടുന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. ആ വിളിക്കല്ല കർത്താവ് വരിക, ഇപ്പുറത്തുള്ള കണ്ണുനീരിന്റെ വിളിക്കാണ് കർത്താവ് വരിക. അനാഥനാണെന്ന് വിചാരിച്ച്, ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച്, ഒരുപക്ഷെ നിന്റെ ആ ഒരു മർദ്ദനത്തിന്റെ കീഴെ അവർ അമർന്നു പോയിക്കോളും, തലപൊക്കുകയില്ല എന്ന് വിചാരിച്ച് നീ ഇന്ന് ഒരാളെ ഞെരുക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പുറപ്പാടിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവം ഒരു ഉപദേശം വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും ഞാൻ നിങ്ങളെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമാകും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ വിധവയെയും അനാഥനെയും ഞെരുക്കിയാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടുകയും നിന്റെ ഭാര്യ വിധവയായി, ഈ വിധവയുടെ വേദന എന്താണ് നിന്റെ ഭാര്യ അറിയാൻ ഇടവരും. നീ അനാഥനെ ഞെരുക്കിയാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടുകയും നിന്റെ മക്കൾ അനാഥന്റെ വേദന എന്താണെന്ന് അറിയാൻ ഇടവരുകയും ചെയ്യും എന്ന് ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ, വിധവയെയും അനാഥനെയും ആരാണോ ഞെരുക്കണത് അവന്റെ ജീവന്റെ അവസാനത്തെ ആ കാര്യത്തിന് വേണ്ടി അവൻ തന്നെ കല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സുഭാഷിതം 22-ാം അധ്യായം 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. ഇതെല്ലാം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങളെ കുറിച്ചാണ് പറയണത്. നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവനെ നീ മർദ്ദിക്കരുത്, നീ അവനെ ചൂഷണം ചെയ്യരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം ജീവിതത്തിൽ ആത്മീയമായി വലിയ കയ്പുണ്ടാക്കുന്ന പാപമാണ് ദൈവത്തിനെതിരെ നിലവിളിക്കുന്ന പാപങ്ങളിൽ ഈ മൂന്നാമത്തെ ഗണം പാപം. അനാഥരുടെയും വിധവകളുടെയും വിദേശിയുടെയും കണ്ണുനീരിന് കാരണമാകുക. നീ ഒരു ഓഫീസറാണെന്നിരിക്കട്ടെ, നിന്റെ ഓഫീസിലേക്ക് അധികം വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ നീ അവരെ ഒരു പ്രാവശ്യം വന്നാൽ നടത്തി കൊടുക്കേണ്ട കാര്യം, നീ കൈക്കൂലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി നിന്റെ ചില പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് നീ അവരെ നടത്തിച്ച് നീ പൊറുതിമുട്ടിക്കുകയോ നീ അവരെ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ നിന്നെ ഇത്രത്തോളം ഉയർത്തി കർത്താവിന് തോട്ടം പോലെ ആക്കി മാറ്റിയ നിന്റെ ദൈവം നിന്റെ ആ പ്രവൃത്തിയോർത്ത് നിന്നെ അധിക നാൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനെതിരായി നിൽക്കുന്നത് കാണാൻ നീടെ വന്നിരിക്കും. Come, Lord Jesus. അപ്പത്തിൻ രൂപമായലിയും ഓരോസ്തിയായി അടിയങ്ങൾ മുൻപിൽ അണയുവോനേ. അപ്പത്തിൻ രൂപമായലിയും ഓരോസ്തിയായി അടിയങ്ങൾ മുൻപിൽ അണയുവോനേ. പാപികൾ ഞങ്ങൾ പരിശുദ്ധൻ മുൻപിൽ ആരാധനയ്ക്കായി അണിചേർന്നു നിൽപ്പൂ. ദൈവത്തിൻ സ്നേഹമേ, ദിവ്യകാരുണ്യമേ, നിന്നെ പുകഴ്ത്തിയിടുന്നു. സ്നേഹത്തിൻ നിറവേ, സ്വർഗീയ അപ്പമേ, സ്തോത്രങ്ങൾ
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരികൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ആരാധന യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ആത്മാവിൻ നിറവിലി ആരാധന. Come, Lord Jesus.